ഭ്രാന്തായാൽ എന്ത് സുഖം, സക്കറാത്തുൽ മൗത്തെന്തു രസം. ഭ്രാന്തായാൽ എന്ത് സുഖം. ഈ അടുത്ത് ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിംഗ് ആയ ഒരു പാട്ടാണിത്. പ്രിയ സൂഫി എഴുത്തുകാരൻ ജാബിർ സുലൈം എഴുതി ചിട്ടപ്പെടുത്തി പാടിയ പാട്ടാണിത്. എന്നാൽ ലിറാർ എന്ന സൂഫി പാട്ടുകാരൻ പാടിയതോടെയാണ് ഗാനം വൈറലായത്. വളരെ ഡീപ്പ് മീനിങ് ഉള്ളൊരു പാട്ടാണിത്. അർത്ഥമറിയാതെയാണ് പലരും ഇന്ന് ഈ പാട്ട് പാടുന്നതും ആസ്വദിക്കുന്നതും. എന്നാൽ ഇതിൻ്റെ അർത്ഥം കൂടി അറിഞ്ഞാൽ ഈ പാട്ട് കൂടുതൽ ആസ്വദിക്കാൻ കഴിയും. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ പാട്ടിൻ്റെ അർത്ഥതലങ്ങളെക്കുറിച്ചാണ്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വരികളുടെ അർത്ഥം ലളിതമാണെന്ന് ആദ്യ കേൾവിയിൽ തോന്നാം. ഒരാൾക്ക് ഭ്രാന്തായാൽ സുഖമാണ്. മരണത്തിൻ്റെ സമയം. സക്രാത്തുൽ മൗത്ത് എന്നാൽ മരണത്തിൻ്റെ സമയം എന്നാണ് അർത്ഥം. ആ സമയം വളരെ രസമായിരിക്കും എന്നാണ് കവി പറയുന്നത്. ഒരു മുസ്ലിം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും ഭയക്കുന്ന സമയമാണ് മരണത്തിൻ്റെ സമയം. ഈ ലോകവുമായുള്ള എല്ലാ ബന്ധങ്ങളും ഇട്ടെറിഞ്ഞു പോകുകയാണ് അവൻ. അതുവരെ അവൻ ചെയ്ത നന്മ തിന്മകളുടെ വിധി പറയൽ ആഗതമായിരിക്കുകയാണ്. അതിനാൽ തന്നെ പേടിയോടെ മാത്രമേ മരണം ആസന്നമായ ആ സമയത്തെക്കുറിച്ച് വിശ്വാസി സങ്കല്പിക്കുകയുള്ളൂ. എന്നാൽ അതിന് നേർവിപരീതമായാണ് ഇവിടെ കവി പാടുന്നത്. അത്രയും ഭയാനകമായ സമയത്തെക്കുറിച്ച് എന്തു രസമായിരിക്കും എന്ന് സങ്കല്പിക്കുകയാണ്. ഇതൊരു സൂഫിക്ക് മാത്രം കഴിയുന്ന സങ്കല്പനമാണ്. ഇവിടെ ഭ്രാന്ത് എന്നത് കേവലാർത്ഥത്തിലുള്ള ഭ്രാന്തല്ല. ദൈവസ്മരണയിൽ അവനവനെ തന്നെ മറന്നുകളയുന്ന അവസ്ഥയാണ് ഭ്രാന്തെന്ന് കവി വിളിക്കുന്നത്. സ്വന്തം ഐഡന്റിറ്റി, കുടുംബം, സമൂഹം, മതം തുടങ്ങി എല്ലാ ബന്ധനങ്ങളും മറന്നുകളയുന്ന അവസ്ഥയാണ് ഈ ഭ്രാന്ത്. ലൈലയെ കാണാതെ കൈസ് ഭ്രാന്തനായതുപോലെ. പുരാതന ദില്ലിയുടെ തെരുവോരങ്ങളിലൂടെ നഗ്നനായി അലഞ്ഞിരുന്ന സർമദിന്റെ ഭ്രാന്തിനെ പോലെയുള്ള ഭ്രാന്തിനെക്കുറിച്ചാണ് കവി പറയുന്നത്. മജ്നൂൻ എന്ന ഈ അവസ്ഥയിൽ മറ്റുള്ളവരുടെ കാഴ്ചയിൽ അവൻ ഭ്രാന്തനായിരിക്കും. എന്നാൽ അവൻ്റെ കാഴ്ചയിലോ അവൻ ദൈവത്തിൻ്റെ പ്രേമി മാത്രമായിരിക്കും. ദൈവവുമായുള്ള കൂടിക്കാഴ്ചക്കൊരുങ്ങുന്ന അവസാന ഘട്ടമെന്നാണ് മജ്നൂൻ എന്ന ഈ ഘട്ടത്തെക്കുറിച്ച് സൂഫി പണ്ഡിതർ പറയുന്നത്. അടുത്ത ഘട്ടം മൗത്താണ്, അതായത് അവൻ്റെ പ്രണയഭാജനത്തെ കാണുന്ന ഘട്ടം. ഈ ഘട്ടത്തെക്കുറിച്ചാണ് കവി പറയുന്നത് സക്രാത്തുൽ മൗത്ത് എന്തു രസമെന്ന്. അതുവരെ കാണാൻ കൊതിച്ച് കാത്തിരുന്ന ഒരാളെ കാണുന്ന ആ നിമിഷം രസകരം തന്നെയായിരിക്കും. സ്വയം ബോധം ഇല്ലാത്ത ഒരാൾക്ക് നിസ്കാരം, ഹജ്ജ്, നോമ്പ് തുടങ്ങിയ കർമ്മങ്ങൾ ചെയ്യേണ്ടതില്ല എന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ പറയുന്നു. അതാണ് അവസാന വരിയിൽ കവി സൂചിപ്പിക്കുന്നത്. ഇവിടെ ഈ ദുനിയാവിലെനിക്കെന്ത് ബന്ധം, ഇരുൾ മൂടിയൊരീ വഴിയിൽ എന്തുണ്ട് സ്വന്തം. ഇരുൾ മൂടിയൊരീ വഴിയിൽ എന്തുണ്ട് സ്വന്തം. ഇളം തെന്നലായെത്തും ലൈലാന്റെ സുഗന്ധം. ഇളം തെന്നലായെത്തും ലൈലാന്റെ സുഗന്ധം. ഈ ഇടവഴിയേ വരണം അവളുടെ നിർബന്ധം. ഭ്രാന്തായാൽ എന്ത് സുഖം, സക്കറാത്തുൽ മൗത്തെന്തു രസം. ഈ ലോകത്ത് എനിക്ക് ആരുമായും ബന്ധമില്ല. എൻ്റെ എല്ലാ ബന്ധങ്ങളും ദൈവവുമായി മാത്രമേയുള്ളൂ എന്ന് പറയുകയാണ് കവി. ഇരുൾമൂടിയ ലോകത്ത് ആരും സ്വന്തമായില്ല. എന്നാൽ തന്നെ മുന്നോട്ട് നയിക്കുന്നത് ലൈലയുടെ സുഗന്ധം മാത്രമാണ് എന്നാണ് കവി പറയുന്നത്. ഇരുൾ മൂടിയ ഇടുങ്ങിയ ഈ വഴിയിലൂടെ വരണം എന്നത് ലൈലയുടെ മാത്രം നിർബന്ധമാണെന്നും കവി പറയുന്നു. ആരാണ് ലൈല? ഈ വരി കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ നിറഞ്ഞ ഒരു ചോദ്യമായിരിക്കും അത്. ലൈല മജ്നുവിൻ്റെ കഥ കേൾക്കാത്തവർ വളരെ കുറവായിരിക്കും. 7-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട വിശ്വകാവ്യമാണ് ലൈല മജ്നൂൻ. കൈസ് ഇബ്നു അൽ മുലവ എന്ന കവിയാണ് ഇത് എഴുതിയത്. കഥ നെറ്റിൽ ലഭ്യമാണ്, വായിച്ചു നോക്കുക. എന്നാൽ ലൈലയുടെയും മജ്നുവിൻ്റെയും കഥ കേവലമൊരു പ്രണയകഥയായല്ല സൂഫികൾ മനസ്സിലാക്കുന്നത്.
ദൈവാനുരാഗത്തിൻ്റെ പരിഭാഷയായാണ് അവർ ഈ കഥയെ നോക്കിക്കാണുന്നത്. അതായത് ഈ കഥയിലെ ലൈല എന്നത് ദൈവം തന്നെയാണ്. ഓരോ സൂഫിയും മജ്നൂനാണ് അഥവാ ഭ്രാന്തനാണ്. ആ അർത്ഥത്തിലാണ് കവി ഇവിടെ ലൈല എന്ന് ഉപയോഗിക്കുന്നത്. ഇളം തെന്നലായെത്തുന്നു ലൈലാൻ്റെ സുഗന്ധം എന്നതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ വെളിച്ചം എന്നെ വഴി നടത്തുന്നു എന്ന് തന്നെയാണ്. ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ച് ദൈവവുമായി ഒന്നാകണം എന്നത് ദൈവത്തിൻ്റെ തന്നെ നിയമമാണ് എന്നാണ് ഇതുവഴിയേ വരണം എന്ന അവളുടെ നിർബന്ധം എന്ന വരിയുടെ അർത്ഥം. ഇനിയും എത്രയോ നാളൻ വഴി ദൂരമുണ്ട്, ലൈലാന്റെ കസറിൻ അലങ്കാരം കണ്ട്. ഇനിയും എത്രയോ നാളൻ വഴി ദൂരമുണ്ട്, ലൈലാന്റെ കസറിൻ അലങ്കാരം കണ്ട്. ഇതിനാലെ നിസ്കാരം ജമ്മും കസറുണ്ട്, ഇതിനാലെ നിസ്കാരം ജമ്മും കസറുണ്ട്. അവകാശിയായി ഞാനല്ലാതെ ആരുണ്ട്, ഭ്രാന്തായാൽ ഭ്രാന്തായാൽ എന്ത് സുഖം, സക്കറാത്തുൽ മൗത്ത് രസം. ലൈലയുടെ കൊട്ടാരത്തിൻ്റെ ഭംഗി കാണുന്നുണ്ട്. ഇനിയും എനിക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. അതിനാൽ നിസ്കാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ എനിക്ക് അവകാശമുണ്ട് എന്നാണ് ഈ വരികളുടെ അർത്ഥം. ലൈലയുടെ കൊട്ടാരം എന്നത് ദൈവത്തിൻ്റെ ഇരിപ്പിടം എന്നാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ബാക്കി വരുന്ന വരികൾ അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. തുരീക്കത്ത്, ശരീഅത്ത്, അതിൻ്റെ കർമ്മശാസ്ത്ര വിധികൾ അങ്ങനെ നീണ്ടുപോകും. ഈ വീഡിയോയിലൂടെ അത് വിശദീകരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഈ വരി നിങ്ങളുടെ വായനയ്ക്ക് വിടുന്നു. കാട്ടിലെ ചുള്ളിക്കമ്പിന് ഒരാഗ്രഹം. എന്താണ്? അതിന് ലൈലയ്ക്ക് ഉമ്മ നൽകണമെന്നാണ് ആ ചുള്ളിക്കമ്പിൻ്റെ ആഗ്രഹം. ആ കമ്പ് കൊടുവാളിനാൽ തുണ്ടം തുണ്ടം വെട്ടി. ഇന്ന് ആ കൊള്ളിക്കമ്പാണ് ലൈലയുടെ അറാക്ക്. പല്ല് ക്ലീൻ ചെയ്യാൻ ബ്രഷിനു പകരം പലരും ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക മരത്തിൻ്റെ കമ്പാണ് അറാക്ക്. ഈ വരികളുടെ അർത്ഥം നിങ്ങൾ തന്നെ ഒന്ന് ഊഹിച്ചു നോക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വരികളുടെ അർത്ഥം ഈസിയാണ്. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇത്രയും നേരം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വീഡിയോസും കണ്ടു നോക്കുക. നന്ദി. ഇവിടെ ഈ ദുനിയാവിലെനിക്കെന്ത് ബന്ധം, ഇരുൾ മൂടിയൊരീ വഴിയിൽ എന്തുണ്ട് സ്വന്തം, ഇരുൾ മൂടിയൊരീ വഴിയിൽ എന്തുണ്ട് സ്വന്തം. ഇളം തെന്നലായെത്തും ലൈലാന്റെ സുഗന്ധം, ഇളം തെന്നലായെത്തും ലൈലാന്റെ സുഗന്ധം. ഈ ഇടവഴിയേ വരണം അവളുടെ നിർബന്ധം, ഭ്രാന്തായാൽ എന്ത് സുഖം, സക്കറാത്തുൽ മൗത്ത് രസം.